ഹായ്. എൻ്റെ കോലം കണ്ട് ഞെട്ടരുത്. ഞാൻ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. ഇങ്ങനെയാണ് ഉറങ്ങി എണീറ്റുള്ള കോലം. മുടി പോലും ഇങ്ങനെയെല്ലാം ഉണ്ടാവാൻ ഞാൻ ഇപ്പം ഒന്ന് അയച്ചിട്ടതാ. കെട്ടിട്ടപ്പോൾ ഭയങ്കര ബോറായിരുന്നു. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വ്ളോഗ് എടുക്കാൻ പോവാണ്. ഉണ്ടാവാറില്ല സാധാരണ ഇത്ര നേരത്തെ. കുറച്ച് ഏർലി മോർണിംഗ് എന്ന് പറയാം ഇവിടുത്തെ. കാരണം ഇവിടെ 7:30 ആയിട്ടുള്ളൂ. ഇത്ര നേരത്തെ ഞാൻ എണീക്കാറില്ല. കാരണം എനിക്ക് എണീറ്റിട്ട് വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഇപ്പം എന്താ എണീക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോവാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു ആഗ്രഹം പറഞ്ഞു പോയി, എനിക്കൊരു പൂരി മസാല കഴിക്കാൻ തോന്നുന്നുണ്ട് എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ, രാവിലെ ഞാൻ പോകുമ്പോൾ നിന്നെ ഞാൻ അവിടെ ഇറക്കാം, നീ പോയി കഴിച്ചിട്ട് വായോ, അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് ചടപ്പാണ്. പിന്നെ നാട്ടിലാകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കൊക്കെ പോകണമാണ് കേട്ടോ. എനിക്ക് അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നാട്ടിലിവിടെ നമ്മളെ ബീച്ചിൽ, കോഴിക്കോടാണ് ഞാൻ, കോഴിക്കോട് ബീച്ചിലും ഹോട്ടലിലും ഫുഡ് കഴിക്കാനും തിയേറ്ററിൽ വരെ ഒറ്റയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമില്ല. പക്ഷെ ഇവിടുന്ന് എന്തോ ഒരു ചടപ്പ്. ഇവിടെ എത്തിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പോയിട്ട് വരാം, അപ്പം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി. അപ്പോൾ പോയാലോ? ആയോ? ഹായ്. അപ്പോൾ മാറ്റിയെല്ലാം കഴിഞ്ഞു. പ്രത്യേകിച്ചൊന്നുമില്ല, ആർഭാടകരമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ മുഖ്യമാണ്. ഇവിടെ അവസ്ഥ അറിയാം, ഞാൻ കാണിച്ചു തരാം. രാവിലെ 7:30 ആയാലും 8 മണി ആയാലൊക്കെ ഇവിടെ വെയിലിന് ഒരു കുറവുമില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് കണ്ണെഴുതി, മോയ്സ്ചറൈസർ, പിന്നെ അതേപോലെ സൺസ്ക്രീൻ, ലിപ്സ്റ്റിക്ക് മുഖ്യം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് കാണാം. ഇവൻ്റെ കൂടെ ഇപ്പോൾ ഇത് എന്നെ കൊണ്ടാക്കി തരാൻ മാത്രമേ ഉള്ളൂ. അവിടെ ആക്കി തന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഒറ്റയ്ക്ക് തിരിച്ച് നടന്ന് വരണം. അപ്പം നമുക്ക് അവിടെ നിന്ന് കാണാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വയനാടൻ ചായക്കടല്ലേ, ആ റൂട്ടിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മളെ ലുലു മോള്, ലുലു ഹൈപ്പർ മാർക്കറ്റ്. പിന്നെ നേരെ പോയാൽ നമ്മളെപ്പോഴും പോകുന്ന സ്ഥലം തന്നെയാണ് ചായഗള്ളി എന്ന് പറയും. അപ്പോൾ ചായഗള്ളിയിലേക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ പോയിക്കോളൂ. അവിടെ തന്നെ ഞങ്ങൾ മിക്ക ടൈമിൽ എന്ന് വെച്ചാൽ വീക്ക്ലി വൺസ് എങ്കിലും ഞങ്ങൾ പുറത്തുനിന്ന് ചായ കുടിക്കാറുണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് പോകാറ്. നല്ല ദോശ കേട്ടോ, നല്ല മുരിഞ്ഞ ദോശയായിരിക്കും. പിന്നെ അതുപോലെ അവിടുത്തെ പൂരി മസാലയും നല്ല ടേസ്റ്റാണ്. ബാക്കിയുള്ളതിനെ കാര്യം എനിക്ക് വലിയ ഐഡിയ ഇല്ല, ഞങ്ങൾ കഴിക്കാറില്ല. സോ അതാണ് നമ്മുടെ ചായഗള്ളി. നല്ല തിരക്കാണ്. കിട്ടിയവൻ എന്നെ പുറത്താക്കി, അവൻ പോവാണ്. അപ്പം ഞാൻ ഈ ചായഗള്ളിയിലേക്ക് നടക്കട്ടെ. ഇതാണ് ചായഗള്ളി. അവിടെ ഇന്ന് പുറത്തുനിന്ന് കുടിക്കാനാവില്ല, നല്ല ചൂടായിരിക്കും. എന്നാലും ഇന്നിപ്പം നല്ല കുറവുണ്ട് ചൂടിന്. രാവിലെ ആയിട്ടല്ലേ ഉള്ളൂ, ചൂട് വരാനാവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ പോയി കുടിക്കട്ടെ. ഇതാണ് നമ്മുടെ ചായക്കട. നല്ല അടിപൊളി മലയാളം പാട്ട് ഇങ്ങനെ സൈഡ് കൂടെ പാടിയിട്ട് അതിങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് നമ്മളെ മലയാളം ഭക്ഷണം കഴിക്കാൻ നല്ലൊരു രസമല്ലേ. ഇതാണ് എൻ്റെ പൂരി മസാല വന്ന്. അപ്പം ഞാൻ ഇത് കഴിക്കട്ടെ. നമുക്ക് പാട്ട് കേൾപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്, കേൾപ്പിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി തിരിച്ചിങ്ങനെ നടക്കണം. കൂളിംഗ് ഗ്ലാസ് സ്റ്റൈലിൽ വെച്ചല്ല, അറിയാലോ വെയിലാണ്, കൂളിംഗ് ഗ്ലാസ് ഇല്ലാതെ നടക്കൂല. അപ്പം ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിങ്ങനെ നടക്കാം. നമുക്കിങ്ങനെ പോവാം, വേറെ വഴിയില്ല അവിടെ തന്നെ വരെ. ഇപ്പം ഞാനിപ്പോൾ തണലത്ത് കൂടെ നടക്കുന്നത്. അവിടെ എത്തിയപ്പോൾ വെയിൽ വരും. അപ്പം നമുക്ക് തണൽ തേടി നടക്കാം. ഓക്കെ. ഫുഡ് കൊള്ളായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. ഫുഡ് കൊള്ളായിരുന്നു. ഞാൻ പൂരി മസാലയാണ് വാങ്ങിയത്. സാധാരണ പൂരിയും ബീഫും കൂടെ വാങ്ങാറ്, പക്ഷെ പൂരിയും ബീഫ് കുറച്ചുകൂടെ കോമ്പിനേഷൻ തോന്നുന്നു. ഞാൻ ഇന്ന് വിചാരിച്ചു പൂരി മസാല വാങ്ങാം. കുഴപ്പമില്ല, ഓക്കെയാണ്, മസാല ഓക്കെയാണ്. പൂരി കഴിക്കാതെ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും രസമുണ്ടായിരുന്നു. പിന്നെ അഭില്ലാതെ കഴിക്കുമ്പോൾ ഒരു സുഖമില്ല. മോനും കൂടെ കൂടിയിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് കഴിക്കുന്നത്. എൻ്റെ ഒരു വിഷമം. എന്തായാലും കുഴപ്പമില്ല, ഓക്കെ. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ മോസ്ക്. അവിടെ എത്തിയിട്ടാണ് നടന്നിട്ട്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ ഞാൻ ഇവിടെ എത്തിപ്പോയി. പക്ഷെ എന്നാലും കുറച്ചേ നടക്കാനുള്ളൂ. നമ്മളെ ഇന്നലെ നടന്ന പോലെ ഒരുപാടൊന്നും നടക്കാനൊന്നുമില്ല. ഇന്നലെ വന്ന അതേ സ്ഥലത്താണ് പോയത്. കാരണം ഇന്നലെ കാറിലാണ് പോയത്, അതുകൊണ്ട് വളഞ്ഞ് മൂക്കടിക്കേണ്ടി വന്ന്. ഇന്ന് പിന്നെ നടന്നിട്ട് അതിനോണ്ട് നമുക്ക് ഊട് വഴി കൂടെ പോകാമല്ലോ. അങ്ങനെ ഊട് വഴി വന്നതാണ്. നല്ല വെയിലടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പിന്നെയും തണലത്തേക്ക് എത്തി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. റെക്കോർഡ് ആവുന്നുണ്ടെന്നാണ് വിചാരിച്ചത്, പക്ഷെ റെക്കോർഡ് ആവുന്നുണ്ടായില്ല. നല്ല വെയിലുണ്ട്. ഞാനിപ്പോൾ തണലിലെത്തി. ഇതാ ഈ ബിൽഡിങ്ങിൻ്റെ തണല. ഇതാ ഞാൻ ആ ബിൽഡിങ് ഇത്തിരി മാറിയപ്പോൾ കണ്ടോ വെയിൽ, കുത്തുന്ന വെയിലാണ് കണ്ടോ. പിന്നെ വെയിലടക്കി കൊള്ളണമല്ലോ. വൈറ്റമിൻ ഡി ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ വെയിൽ കൊള്ളണം. അപ്പം വെയിൽ കൊള്ളാതെ ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കുന്നില്ല ഞാൻ എപ്പോഴും. അപ്പോൾ ഇടയ്ക്കൊക്കെ വെയിൽ കൊള്ളുന്നത് നല്ലതാണ്, അങ്ങനെയൊക്കെ പറയാമല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് വെയിലുണ്ടല്ലോ. ഇങ്ങനെ ഞാൻ ടാബ്ലറ്റ് എടുക്കുകയല്ല, അതപ്പോൾ നമുക്ക് പുറത്തുനിന്ന്
ഇറങ്ങാത്ത എനിക്കിപ്പോൾ വെയിൽ കൊള്ളാം. പിന്നെ അവിടുത്തെ വെയിൽ നമ്മൾ നാട്ടിലത്തെ വെയിൽ പോലെയല്ല, നല്ല അസൽ വെയിലാണ്. നമുക്ക് കൊള്ളണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അയ്യോ, ഇപ്പോൾ രാവിലത്തെ വെയിലിനോട് വലിയ ശക്തി വന്നിട്ടില്ല. ഒരു ഉച്ചരൊക്കെ ആകുമ്പോൾ തുടങ്ങും. പിന്നെ ഇനി അടുത്ത മാസം മുതലൊക്കെ കുറച്ച് തണുപ്പ് തുടങ്ങും എന്നൊക്കെ പറയുന്നു. ഇൻഷാ അല്ലാഹ് കാണാം. പറഞ്ഞ് വായി നാവിലേക്ക് ഇട്ടില്ല. നല്ല അസൽ വെയിൽ വന്നിട്ടുണ്ട്. നമ്മളെ റൂമിൻ്റെ അടുത്തേക്ക് എത്താനായി നടന്നിട്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാൻ, കൂടുതലായിട്ടൊന്നുമില്ല. ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും പുറത്ത് പോയാലേ ഉള്ളൂ, അല്ലാതെ ഞാൻ പുറത്തൊന്നും പോകാറില്ല, എങ്ങോട്ടും പോകാറില്ല. പിന്നെ ഈ വീഡിയോ എടുക്കലൊന്നും എനിക്ക് ശീലമില്ലാത്ത കാര്യമാണ്. വ്ളോഗൊക്കെ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. സഹിക്കുക, ക്ഷമിക്കുക, ഇഷ്ടമുള്ളവർ കൂടെ. ഓക്കെ, അപ്പം ഞാൻ ദുബായ് വ്ളോഗ്സും പിന്നെ എൻ്റെ സുംബയും പിന്നെ എൻ്റെ വർക്കൗട്ട് വീഡിയോസും പിന്നെ എൻ്റെ കൊച്ചു ഡയറ്റ് ഫുഡും ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം കേട്ടോ. വേർത്ത് ഒലിക്കുന്നുണ്ട്. അപ്പോൾ കാണാം. ബൈ.